സ്റ്റഡി ഇൻ ഓസ്ട്രേലിയ 2026 ദ റിയൽ കോസ്റ്റ് അനാലിസിസ്. മിക്ക കുട്ടികളും ഓസ്ട്രേലിയ പഠിക്കുന്നവർ സ്റ്റഡീസിന് പ്ലാൻ ചെയ്യുമ്പോൾ അവരുടെ പണത്തിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് ചെയ്യാറില്ല. അവർക്ക് പൈസ കറക്റ്റായിട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കുകയില്ല, റിയൽ ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അല്ലെങ്കിൽ ഇനി പ്ലാൻ ചെയ്യുന്നവർ കൃത്യമായി ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ. 2026 2027 നിങ്ങൾ ഈ ഒരു പ്ലാനോട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു അലോട്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് സ്റ്റഡി അബ്രോഡ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആകെ കൺസിഡർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ട്യൂഷൻ ഫീസ്, റെൻറ്റ്, ഫുഡ്, ഇത്രയും കാര്യത്തെപ്പറ്റി ആലോചിക്കുകയുള്ളൂ. പക്ഷേ ഓസ്ട്രേലിയ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഇവിടെ കുറേ ഹിഡൻ ലെയേഴ്സ് ഓഫ് എക്സ്പെൻസസ് ഉണ്ട് വിച്ച് നോബഡി വിൽ തിങ്ക് അബൌട്ട് ഓർ ടോക്ക് അബൌട്ട്. ഞാൻ ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്, അവർ മീൽസ് സ്കിപ്പ് ചെയ്യുന്നത് കാണാം, വർക്ക് നൈറ്റ് ഷിഫ്റ്റ്സ് ചെയ്യുന്നത് കാണാം, അതുപോലെ അസൈൻമെൻറ്റ്സ് പിന്നിലേക്ക് പോകുന്നു ഫിനാൻഷ്യൽ പ്രഷർ കാരണം അവർ ഒരുപാട് ഒപ്റ്റിമിസ്റ്റിക്കലി പ്ലാൻ ചെയ്യുന്നതുകൊണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ റിയൽ കോസ്റ്റ് ബ്രേക്ക് ഡൗൺ തരുവാണ്. ഇതൊരു മോട്ടിവേഷൻ ടോക്ക് അല്ല, റിയാലിറ്റിയാണ്. എന്താണ് റിയൽ ആയിട്ടുള്ള കോസ്റ്റ് ബ്രേക്ക് ഡൗൺ എന്ന്? ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ബിഗ്ഗസ്റ്റ് വൺ, ഫീസ്. ഫോർ മോസ്റ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇൻ ഓസ്ട്രേലിയ, IT, ബിസിനസ്, എഞ്ചിനീയറിംഗ്, അനലിറ്റിക്സ്, നമ്മൾ കാണുന്ന ഫീസ് അറൌണ്ട് 2 ഇയേഴ്സിലേക്ക് 80 to 90K ആണ് ടോട്ടൽ. അപ്പോൾ നൗ ലിസൺ കെയർഫുള്ളി. എക്സ്പെൻസീവ് ഡസൻറ്റ് മീൻ ബെറ്റർ, ചീപ്പ് ഡസൻറ്റ് മീൻ സ്മാർട്ട്. ദ റൈറ്റ് കോഴ്സ് ഇസ് വൺ ദാറ്റ് ഗിവ്സ് യു എ ജോബ് ഔട്ട്കം, ഗിവ്സ് യു എ PR പാത്വേ. അല്ലാതെ നിങ്ങൾ പോഷായിട്ടുള്ള ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്ത് റിലേറ്റീവ്സിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി, ഫ്രണ്ട്സിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇന്ന യൂണിവേഴ്സിറ്റി അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളുടെ ഔട്ട്കം നോക്കിയിട്ടാണ്, കോഴ്സ് ഔട്ട്കം നോക്കിയിട്ട് തന്നെ കോഴ്സ് ഡിസൈഡ് ചെയ്യുക. അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ലിവിങ് കോസ്റ്റിനെ പറ്റി പറയാം, റിയൽ നമ്പേഴ്സ്. മന്ത്ലി എക്സ്പെൻസസിനെ പറ്റി പറയാം. അപ്പോൾ സിഡ്നിയിലോ മെൽബണിലോ നിങ്ങൾ റെൻറ്റ് ഷെയർ ചെയ്ത് താമസിക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് $800 to $1,200 ആണ് റെൻറ്റ് വരുന്നത്. ഗ്രോസറീസ് ആണ് $350 to $450. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ $150 to $200. ഫോൺ ബിൽസും അതർ ബിൽസും ഒക്കെ ആയിട്ട് $100 വരും. പേഴ്സണൽ എക്സ്പെൻസസ് ഒരു $200 പിടിച്ചോ. അപ്പോൾ ടോട്ടൽ $1,600 മുതൽ $2,000 പെർ മന്ത് ആണ് എക്സ്പെൻസസ്. അപ്പോൾ നിങ്ങൾ പേരൻസിനോട് പറയുകയാണ് നിങ്ങൾക്കൊരു മാസത്തെ ലിവിങ് എക്സ്പെൻസ് $1,000 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ യു വിൽ ബി ഇൻ ട്രബിൾ. നിങ്ങൾക്കത് കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ പാടുവരും. ഇനി റീജിയൽ സിറ്റീസ് ലൈക്ക് അഡലേഡോ, പെർത്തോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സേവ് ചെയ്യാം. ഒരു $200 മുതൽ $400 വരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോസ്റ്റിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും. സോ സിറ്റി ചോയ്സ് മാറ്റേഴ്സ്. അപ്പോൾ ഇതുകൂടെ പ്ലാൻ ചെയ്ത് റീജിയൽ ഏരിയാസ് ആണോ വേണ്ടത് എന്നുകൂടി ഡിസൈഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ഫുഡ് റിയാലിറ്റി. നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഒരു മീലിന് $15 മുതൽ $20 ആണ്. അപ്പോൾ മന്ത്ലി എത്രയാവും? $800 to $1,000. അപ്പം കുക്കിംഗ് അറ്റ് ഹോം ആണെങ്കിലോ $300 to $400 ആണോ? അപ്പോൾ സേവിങ് എത്രയാണ്? $600 പെർ മന്ത്. ഓവർ 2 വർഷം നോക്കുകയാണെങ്കിൽ അത് $10,000 വരും. അപ്പോൾ ഇൻ ഓസ്ട്രേലിയ കുക്കിംഗ് ഈസ് എ സർവൈവൽ സ്കിൽ. പല പേരൻസും ചോദിക്കും, ഗൾഫിൽ വളർന്ന പിള്ളേരാണ്, അവർക്ക് കുക്കിംഗ് അറിയില്ല, അപ്പോൾ അതുകൊണ്ട് എന്താ അവർക്ക് മെസ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കുക്കിംഗ് പഠിച്ചിട്ട് പോരുക, ദാറ്റ് ഈസ് ഓൺലി സൊല്യൂഷൻ. പാർട്ട് ടൈം ജോബ് മിത്ത്. ഐ വർക്ക് പാർട്ട് ടൈം ആൻഡ് മാനേജ് എവറിത്തിങ്. ഞാൻ ഫീസ് അടച്ചോളാം എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികളോട് പറയുകയാണ്, 48 മണിക്കൂറാണ് നിങ്ങൾക്ക് ഫോർട്ട്നൈറ്റ്ലി വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് നമുക്ക് കിട്ടുന്ന പേ $25-30 ഇടയ്ക്കായിരിക്കും. അപ്പോൾ ഇൻകം എത്രയാണ്? $2,000 മുതൽ $2,500 ബിഫോർ ടാക്സ്. ഇത് വെച്ച് നിങ്ങൾക്ക് ലിവിങ് എക്സ്പെൻസ് കവർ ചെയ്യാം. പക്ഷേ ഡോണ്ട് തിങ്ക് നിങ്ങൾ ഇത് വെച്ച് ട്യൂഷൻ ഫീ പേ ചെയ്യാം. കാരണം ഫസ്റ്റ് മന്ത് നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ജോലിയൊന്നും ലാൻഡ് ചെയ്യില്ല. പിന്നെ എക്സാം ടൈം വരുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ സ്ട്രെസ്സിൽ വർക്ക് എടുക്കുന്നത് കുറവായിരിക്കും. സം വീക്സ് നമ്മൾ ബേൺ ഔട്ട് ചെയ്യും, നമ്മുടെ ഈ കാശ് ഇല്ലാണ്ടാവും. അപ്പം പാർട്ട് ടൈം ഒരു സപ്പോർട്ടായിട്ട് കാണുക, ഒരിക്കലും നിങ്ങളുടെ മെയിൻ പ്ലാനായിട്ട് കാണരുത്. ഇനി സ്മാർട്ട് സ്റ്റുഡൻസിൻ്റെ സ്ട്രാറ്റജി എന്തായിരിക്കും എന്ന് പറയാവേ. സ്മാർട്ട് സ്റ്റുഡൻസ് ചെയ്യുന്നത് ഒരു യൂണിവേഴ്സിറ്റി ജോബ് കണ്ടെത്താൻ നോക്കും, അല്ലെങ്കിൽ ഒരു ഏജ് കെയറിലൊരു ജോബ് കണ്ടെത്താൻ നോക്കും. ഇപ്പോൾ ട്യൂട്ടർ, അഡ്മിൻ, റിസർച്ച് അസിസ്റ്റൻറ്റ് ഇങ്ങനത്തെ പൊസിഷൻസിൽ യൂണിവേഴ്സിറ്റി ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പേ $45 to $50 പെർ അവർ ആണ്. സെയിം അവേഴ്സ്, ഡബിൾ ഇൻകം. ഡ്യൂറിങ് ഹോളിഡേയ്സ് വർക്ക് ഫുൾ ടൈം ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ സമയത്ത് 4 മുതൽ 6 ആഴ്ച വരെയുള്ള ഇങ്ങനത്തെ ഈ ഒരു ബ്രേക്കിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് $4,000 മുതൽ $5,000 വരെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ദിസ് ബിക്കംസ് എ ബഫർ. അപ്പോൾ ഇങ്ങനെ ഒരു ഫണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോസ്റ്റുകൾ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഹിഡൻ കോസ്റ്റ് വിച്ച് നോ വൺ ടെൽസ് യു. നിങ്ങൾ ഓസ്ട്രേലിയ ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് അറിയോ? ട്യൂഷൻ ഫീ അല്ലാണ്ട് വിസ ഫീസ് ഉണ്ട് $2,000, ഹെൽത്ത് ഇൻഷുറൻസ് $1,500, ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അറൗണ്ട് $1,00,000, ഫസ്റ്റ് മന്തിൻ്റെ റെൻറ്റ്, അതിൻ്റെ ബോണ്ട്, 4 വീക്സിൻ്റെ റെൻ്റാണ് വരുന്നത്. അതുപോലെ ഫർണിച്ചർ, വിൻ്റർ ക്ലോത്ത്സ്, ലാപ്ടോപ്പ്, ഇതൊക്കെ ആകുമ്പോൾ മിനിമം $6,000 മുതൽ $8,000 വരെ, $8,000 വരെ ആവും അപ്പ് ഫ്രണ്ട്. ആൻഡ് ഫസ്റ്റ് വീക്ക് നിങ്ങളിവിടെ വരുമ്പോൾ എവറിത്തിങ് ഫീൽസ് എക്സ്പെൻസീവ് ആൻഡ് കൺഫ്യൂസിങ്. കാരണം ഇവിടുത്തെ കോസ്റ്റ് എല്ലാം നമ്മൾ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷനാവും. അപ്പോൾ ആദ്യം കുറച്ച് കയ്യിൽ കരുതലുമായിട്ട് വരിക, കാര്യങ്ങളൊക്കെ കരുതി കൂട്ടി, അതായത് വേണമെങ്കിൽ വേണ്ട സാധനങ്ങൾ അത്യാവശ്യമൊക്കെ മേടിച്ചിട്ട് വരിക. ഒരു പാർട്ട് ടൈം ജോബ് ലാൻഡ് ചെയ്യുന്നവരെ
നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള സാധനങ്ങളുമായിട്ട് ഇന്ത്യയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓൾസോ സേവ് എ ലോട്ട് ഓഫ് മണി ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു എ ലോട്ട് ഓഫ് റിലാക്സേഷൻ. ഇനി ഒരു സ്കാം വാണിംഗ് പറയാനുണ്ട്. കുറച്ച് എമർജൻസി ഫണ്ടും കൈ കരുതുക. എന്താണെന്ന് വെച്ചാൽ സ്കാം വാണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ അക്കോമഡേഷൻ കണ്ടെത്തുന്ന സമയത്ത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നും ഒക്കെ കണ്ട് വെറുതെ പ്രോപ്പർട്ടീസ് ബുക്ക് ചെയ്യുമ്പോൾ സ്കാംസ് നടക്കാൻ സാധ്യതയുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പരിപാടികൾ നടക്കാറുണ്ട്. പ്രോപ്പർട്ടി നിങ്ങൾ കണ്ടതിന് ശേഷം റെൻറ്റ് ഡെപ്പോസിറ്റ് കൊടുക്കുക. നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒരു വെരിഫൈഡ് ഏജൻറ്റ് ആയിരിക്കണം. സ്കാംസ് വെരി കോമൺ ആണ്. ഒരുപാട് കുട്ടികളിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്. അതുപോലെ ഒരു $6000 ഒരു എമർജൻസി ഫണ്ട് പറ്റുവാണെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, തുടക്കത്തിൽ വരുമ്പം തന്നെ ആ ഒരു പൈസയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് സേവ് ചെയ്ത് മാറ്റി വെക്കുക. നോട്ട് ഫോർ ട്രിപ്സ്, വരുമ്പോഴേ കറങ്ങാൻ പോകാനല്ല, ഷോപ്പിംഗ് ചെയ്യാനല്ല, റിയൽ പ്രോബ്ലംസ്. If you get into trouble, get out from that. For that, you need some emergency fund if possible. ഇനി ബ്രേക്ക് ഡൗൺ ചെയ്യാം നമുക്ക് ടോട്ടൽ കോസ്റ്റ്. ലെറ്റ്സ് പുട്ട് എവറിത്തിങ് ടുഗദർ. For 2 years in Sydney, tuition fee will be around $80,000. Living expense will be $40,000 to $48,000. And the setup cost will be around $8,000 to $10,000. Total $128K to $138K. Scholarship can reduce this, regional cities can reduce this, but this is your real number. അപ്പോൾ studying in Australia is 100% doable. Thousands of students are building great careers. പക്ഷേ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, ചില സ്റ്റുഡൻസ് ത്രൈവ് ചെയ്യും, സം സ്റ്റുഡൻസ് ജസ്റ്റ് സർവൈവ് ചെയ്യും. ഇപ്പോൾ ഈ ത്രൈവ് ചെയ്യുന്ന സ്റ്റുഡൻസ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they will know their numbers, they will plan properly, they will plan the university, ഫീസ് എത്രയാവും, അതുപോലെ ബഫർ ബിൽഡ് ചെയ്യും, പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണും. സോ എൻ്റെ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ don't plan for the best case, plan for the real case. If things go better, it's a bonus. അങ്ങനെ കരുതി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ട്രബിളിലാവില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങളുടെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും സാധിക്കും. നൗ ഇഫ് യു വാണ്ട് ടു നോ ഏത് കോഴ്സാണ് PR ഏറ്റവും നല്ല ചാൻസസ് തരുന്നത്, അതുപോലെ ഏതൊക്കെ ഫീൽഡ്സിനാണ് ഓസ്ട്രേലിയയിൽ ഏറ്റവും നല്ല ഡിമാൻഡ്, ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മളെ നെക്സ്റ്റ് വീഡിയോ കാണുക. ആൻഡ് ഇഫ് യു ആർ സീരിയസ് അബൌട്ട് ഓസ്ട്രേലിയ, follow Hola World. This is the right channel where you get the right guidance. We are the best consultancy in Kerala with best visa success rates. Until I see you in the next video, this is Jasmine signing off from Hola World.